ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലത്തി വ്ളോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ തന്നെയാണ്, നമ്മുടെ നാട്ടിലുള്ള ഒരു സമൂഹ നോമ്പുതുറയാണ് ഇന്നത്തെ നമ്മളെ വ്ളോഗിൽ ഉണ്ടാവുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്ത്. നോമ്പുതുറ നടക്കുന്നത് നമ്മളെ ഈ ഒരു കോമ്പൗണ്ടിൽ എത്തിയിട്ടുണ്ട്, മദ്രസിന്റെ കോമ്പൗണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ വരി എന്താന്ന് വെച്ചാല് വീട്ടിൽ നിന്ന് എല്ലാവരും പത്തിരി ഉണ്ടാക്കിക്കൊണ്ട് ഈ പത്തിരി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ബിരിയാണി വീട്ടിൽ കൊണ്ടുപോവാം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ക്യൂ കേട്ടോ. രണ്ട് വരിയായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ കുട്ടികളുണ്ട്, ലേഡീസ് പെൺകുട്ടികളുണ്ട്, അതേപോലെ തന്നെ ആൺകുട്ടികൾ ആ ഒരു വരിയിൽ. കുട്ടികൾ വലിയവരെല്ലാവരും ആ ഒരു ഇതിലും, പെൺകുട്ടികൾ കുറച്ചുള്ളൂ, അവർ ഈ ഒരു വരിയിലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്ന് റമദാൻ 17 ബദർ ശുഹദാക്കളുടെ ആണ്ട് ദിനമാണ്. ആണ്ട് ദിനത്തോടനുബന്ധിച്ച് തിരൂർ പരിയാപുരം ജുമഅത്ത് പള്ളിയുടെ കീഴിൽ ആണ്ട് നേർച്ചയും മറ്റു പരിപാടികളുമൊക്കെ നടക്കുന്നുണ്ട്. പരിയാപുരം ദാറുസ്സലാം മദ്രസയിൽ വെച്ച് നടക്കുന്ന പരിപാടി വളരെ ഭംഗിയായി റാഹത്തായി നടക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലേക്ക് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ഖൈർ നൽകുമാറാവട്ടെ. ബദർ ശുഹദാക്കളുടെ ബറക്കത്ത് ഇതിനുവേണ്ടി സഹായിച്ചവർക്കും ഇതിൽ പങ്കെടുത്തവർക്കും ഭക്ഷണം കൊണ്ടുപോയവർക്കും എല്ലാവർക്കും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ ഈ ഒരു ഭാഗത്ത് വന്നായിട്ടോ, ഇവിടെയാണ് കമ്മിറ്റിയിലുള്ള മഹലിലുള്ള ഒരു എല്ലാവരും പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം അവരോട് നമുക്ക് ഈ ഒരു പരിപാടിനെ പറ്റിയിട്ട് 28 വർഷക്കാലമായി റമദാൻ മാസത്തിലെ ബദരീങ്ങാണ്ട് വെട്ടം പരിയാപുരം മഹലിൽ നടത്തി വരാറുള്ളത്. അതിനോടനുബന്ധിച്ച് അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് ഈ പ്രാവശ്യവും വളരെ അതിവിപുലമായ രീതിയിൽ പരിപാടി നടത്താൻ സാധിച്ചതിൽ അൽഹംദുലില്ലാഹ് അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഈ പരിയാപുരം മഹലിലെ മുഴുവൻ ജനങ്ങളുടെയും സഹായ സഹകരണത്തോടു കൂടി ഈ പരിപാടി മുന്നോട്ട് പോകാൻ ഇനിയും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. 38 വർഷക്കാലമായി പരിയാപുരം മഹലിൽ വെച്ച് ബദരീങ്ങളുടെ സലാത്ത് മൗലൂദ് നടക്കുകയും അതിനോടനുബന്ധിച്ച് തബ്റൂക്ക് വിതരണവും പിന്നെ ജനങ്ങളിൽ നിന്നും പത്തിരി ശേഖരിച്ച് അവർക്ക് അതിനുള്ള തബ്റൂക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. വൈകിട്ട് മഗ്‌രിബിന് ശേഷം നോമ്പ് തുറ ഉണ്ടായിരിക്കുന്നതാണ്. സമൂഹ നോമ്പ് തുറയാണ്. എല്ലാ ജാതി മത ഭേദമില്ലാതെ എല്ലാ രാഷ്ട്രീയവും മാന്യമായി എല്ലാവരും പങ്കെടുക്കുന്നതും ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ നമ്മള് ദമ്മ് പൊട്ടിക്കുന്നത് ചിക്കൻ ബിരിയാണി അല്ലേ? ഇതാണ് ചിക്കൻ ബിരിയാണി, നമ്മളെ സിദ്ധിയാക്കാന്റെ ചിക്കൻ ബിരിയാണി. പരിയാപുരത്ത് ലോട്ടറി കിട്ടുന്ന ആളാണ്. നോമ്പ് തുറക്കി ഈ പരിയാപുരത്ത് പള്ളിക്കൽ നിന്ന് ചോറ് എല്ലാ പ്രാവശ്യവും വരുന്നതാണ്. ഞങ്ങൾ ദാറുസ്സലാം മദ്രസയിൽ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഞങ്ങളുടെ നാട്ടുകാരും മഹല്ലിലെ ആൾക്കാരും ഒക്കെ കൂടി സഹകരിച്ചിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എല്ലാ റമദാനിലും നമ്മളിത് ചെയ്യലുണ്ട്. ബദരീങ്ങളാണ്ടിന് ഇവിടെ ഫ്രൂട്ട്സ് കട്ടിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അല്ല എങ്ങനെയുണ്ട്? നല്ല പരിപാടിയാണ്. അപ്പൊ ഇവിടെ ഭക്ഷണം കൊടുക്കുന്ന ഈ ഏരിയയിലേക്ക് വന്നതാണ് കേട്ടോ നമ്മള്. പിന്നെ അപ്പം നമ്മളെ നാട്ടിലുള്ള ആൾക്കാരാണ്, നമ്മളെ നാട്ടിലുള്ള കുട്ടികളാണിത്. അതേപോലെ തന്നെ നമ്മളെ അയൽവാസിയാണ്. എല്ലാവരും ഒരു ഹായ് പറയും. ഇവല്ല ഇവരാണ് കേട്ടോ എന്നെ അധികം എന്താ പറയാ ഈ ഒരു നബിദിനം എന്തോ നോമ്പുതുറ അങ്ങനത്തെ ഇതിനൊക്കെ വീഡിയോ എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മളെ അയൽവാസി പേര് ജനാർദ്ദനൻ, പരിയാപുരത്തൊരു ഓട്ടോ ഡ്രൈവറാണ്. ഇവിടെ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു നോമ്പുകാരുണ്ട് എല്ലാവരുടെ പേരിൽ. അപ്പൊ അങ്ങനെ ചോറ് മേടിക്കാൻ വേണ്ടി വന്നാണ്. വേറെ നമ്മളൊരു കൂട്ടുകാരുണ്ട്. അപ്പൊ സുഹൃത്താ ഞാനേ എല്ലാ പ്രാവശ്യം വാങ്ങാറുണ്ട്. ഇവിടെ ഒന്ന് വാങ്ങിച്ചു പോകും. ഉമ്മാക്ക് വേണ്ടിയിട്ട് ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പൈസയും കൊടുക്കും. എന്നെ കൊണ്ട് കഴിയുന്ന സഹായം കൊടുത്തുകൊണ്ട് അത് ഒരു പൊതി ഇത് വാങ്ങും. ഇപ്രാവശ്യം ഞാൻ വരുമ്പോ താത്തിൻ്റെ അടുത്ത് പൈസ വന്ന് ഇത് കൊടുക്കും മോളെന്ന് പറഞ്ഞിട്ട് അത് കൊടുത്ത് ഇതാ പോന്ന്. നല്ലൊരു പൊരുത്താണ് ഇതിട്ടാ എല്ലാവർക്കും. അപ്പൊ നമ്മൾ നോമ്പുതുറന്റെ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമോസി അതേപോലെ പൊക്കവാടി. ഇത് വീട്ടുകാരെ ആരോ കൊടുന്ന പഴംപൊരി ആയിട്ടാ, അതായത് തികയാത്തോണ്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഉള്ളത്. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്. ഫ്രൂട്ട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഫ്രൂട്ട്സ് സംഭവങ്ങളെല്ലാം അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്.
ഇത് നമ്മള് ഒരു 4 വെച്ചിട്ട് ഓരോരുത്തർക്ക് പിന്നെ സമൂസത്തിന്റെ പീസ് 3 കഷ്ണം, പൈനാപ്പിളിന്റെ പീസ് 2 കഷ്ണം, പിന്നെ ഈത്തപ്പഴം ഒരെണ്ണം, അങ്ങനെയൊക്കെ സെറ്റപ്പ് ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെയാണ്, പ്രാവശ്യം അതേമാതിരിയൊക്കെ തന്നെയാണ്. അതിനെക്കാട്ടി കുറച്ചും കൂടി സെറ്റപ്പ് ആയിട്ടുണ്ട്. സമൂഹം നോമ്പുതുറാണ്. അപ്പൊ എല്ലാ ജാതി മത ഭേദമന്യേ എല്ലാവരും വരേണ്ടത് നോമ്പുതുറാണ്. അപ്പൊ ആർക്കും ഒന്നും തികയാതെ വരരുത് എന്നുള്ളതിൽ എല്ലാം നല്ല ഇതായിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നല്ല ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്. കഴിഞ്ഞിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ട്. അപ്പൊ അതും ഇതേപോലെ തന്നെയാണ്, എല്ലാവർക്കും ഇങ്ങനെ റെഡി ആക്കി കഴിഞ്ഞതിന് ശേഷം വന്നിരുന്ന് കഴിക്കുന്ന പരിപാടിയാണ്. അപ്പൊ കാണാം, വഴിയിൽ ഇങ്ങനെ കാണാം ഓരോ സംഭവങ്ങളായിട്ട്. പറഞ്ഞ് ബാക്കിയുള്ള എന്തൊക്കെയാണ് ഉള്ളത് നോക്കട്ടോ. അപ്പൊ നമ്മള് സമൂസയും കൊക്കെ വടക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക വെക്കുന്ന തിരക്കിലാണ്. എണ്ണ തെറ്റണ്ട, എണ്ണ കറക്റ്റ് ആണോ? എണ്ണീട്ടാണോ വെക്കുന്നത്? ഇതില് കൊള്ളുന്നില്ല, ഒരാൾക്കുള്ള സാധനം കേട്ടത്. ഒരുപാട് സംഭവങ്ങളുണ്ട്. ഏയ് മുത്തുന്ന ഹലോ, എന്താണ് ഇത്? ഫ്രൂട്ട്സ് കഴിഞ്ഞില്ലേ? സെറ്റ് ചെയ്ത് കഴിഞ്ഞില്ലേ? ഫ്രൂട്ട്സ് ഒരുവിധം സെറ്റ് ചെയ്ത് തീർന്നുണ്ട്. തണ്ണിമത്തം ഇനി ഒരുപാട് അവിടെ ബാലൻസ് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ ഈ ഭാഗത്തുണ്ട്, അപ്പുറം ഉണ്ട് കേട്ടോ. ഇതെന്താ പത്തിരി ബാലൻസാ? ഇത് വീട്ടിൽ നിന്ന് വരുന്ന പത്തിരി അല്ലേ? ഇവിടെ ഉള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നോമ്പ് ഇറക്കാനുള്ളതാണിത്. നമ്മൾ ബിരിയാണി ഉണ്ടല്ലോ, ബിരിയാണിന്റെ കൂടെ ഉണ്ട്, അതിന് കറി ഉണ്ട് കേട്ടോ. കറി ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്തുള്ള പരിപാടി ഉള്ളത് ഒരുവിധം തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോ നോമ്പ് ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. ചടപടാന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിയിരിക്കും. വീട്ടുകൾക്കുള്ള ഫുഡുകളൊക്കെ പാക്ക് ആക്കുന്നതിന്റെ തിരക്കിലാണ് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നത്. ഒരുവിധം തീരാനായിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്നത് കേട്ടോ, ഇവിടെ ഇതെല്ലാം പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താന്ന് വെച്ചാല് ചിക്കൻ പാർട്സ് ആണ്. ചിക്കൻ പാർട്സ് അവിടെ നമ്മൾ നേരത്തെ പത്തിരി കണ്ടില്ലായിരുന്നു, ആ പത്തിരിയിലേക്കുള്ള കറി കേട്ടോ. അപ്പം പത്തിരി വേണ്ടവർക്ക് പത്തിരി കഴിക്കാം. ചിക്കൻ പാർട്സ് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ റെഡി ആയി നല്ല കടിച്ചു വരണം കേട്ടോ. പിന്നെതാ അവിടേക്ക് ചിക്കൻ ബിരിയാണി കൊണ്ടുവന്ന് ഇതിലൊരുവിധം തീർന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഉണ്ട്, ബാക്കിലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കുള്ള ഏതാണ് ഇവിടുന്ന് നോമ്പ് ഇറക്കാനുള്ളത് ഇവിടെ ഉണ്ട്. വീട്ടുകാർക്ക് കൊണ്ടുപോകും. തീർന്നോ ഈ നോമ്പ് ഇറക്കാനുള്ളതല്ലേടോ? എല്ലാവരും ഇതൊക്കെ സപ്ലൈ ചെയ്തിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാർ കംപ്ലീറ്റ് സപ്ലൈയും കാര്യങ്ങളും സജീവമായിട്ട് എല്ലാവരും നല്ല തിരക്കിലാണ്. എല്ലാവരും ആക്റ്റീവ് ആയിട്ടുണ്ട് കേട്ടോ. ആരും മാറി നിൽക്കുന്നുണ്ട്. അവര് ഫുഡ് ഉണ്ടാക്കി ക്ഷീണിച്ച ആൾക്കാര്. കലമാക്ക തീർന്ന എന്റെ പേര് വിജയ് എന്നാണ്. ഞാൻ ഇവിടെ മദ്രസിന്റെ തൊട്ടടുത്തുള്ളതാണ്. അപ്പൊ നമ്മളെ മദ്രസിൽ വെച്ചിട്ടുള്ള നോമ്പ് ഉറപ്പിക്കലോട് ഇന്നെ വിളിച്ചിട്ടുണ്ട്. നമ്മളെ മയിലിൽ വെച്ചിട്ട് നോമ്പ് തുറക്കാൻ വന്നതാണ്. നമ്മളെ കുട്ടികളെല്ലാരും ഉണ്ട് ഇവിടെ ഉള്ളത്. നോമ്പ് തുറക്കുള്ള ഫുഡൊക്കെ റെഡി ആക്കിയിട്ട് നിൽക്കുകയാണ്. അപ്പൊ എല്ലാവരും ആട് നോമ്പ് തുറക്കാൻ പോയിട്ടുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? പരിപാടി അടിപൊളിയല്ലേ? കൊടുക്കാൻ ടൈം ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടത്തേക്ക് ഓരോരോ ആൾക്കാർക്ക് കാണിച്ചു തരാം. ഇവിടെ നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ നേരത്തെ കാലത്ത് സീറ്റ് പിടിച്ചിട്ട് ഡോയി ഓടിക്കുന്നുണ്ട്. ഹായ് അലോസി കേട്ടോ.
വിക്രയൊക്കെ ചെല്ലുണ്ടല്ലോ. എല്ലാം ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാലൻസ് ഉള്ള വെള്ളമാണിത്. അതേപോലെ തന്നെ ഇനി വരുന്നവർക്ക് കൊടുക്കാനുള്ള ബാലൻസ് ഉള്ളതാണ് ഇതെല്ലാം. സെറ്റപ്പാണ്, ഒന്നിനും കുറവില്ലാതെ ചെയ്തിട്ടുണ്ട്. സ്ഥലം ഇങ്ങോട്ട് നോക്കിയേ, സീറ്റ് കിട്ടാത്ത ആൾക്കാര് ചെയറിൽ ഇരുന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് ഇരുന്നേക്കാം. അവിടെ ടേബിളൊന്നുമില്ല. അപ്പൊ ടേബിൾ ഫുള്ളായിട്ടുണ്ട്. നമുക്ക് ഇറക്കാനുള്ള ടൈം ഒരുവിധം ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ തിരക്കിലാണ്. ബൾക്കായിട്ട് എടുത്താൽ മതി. ഇതെന്താ ബൾക്കായിട്ട് എടുത്താൽ അവിടെ ഒരുപാട് സംഭവങ്ങൾ ബാലൻസ് ഉണ്ട്. ഇതാ ഒരിക്കലുള്ള സംഭവം ഉണ്ട് കേട്ടോ. കുറച്ചൊക്കെ നമ്മളെ സ്റ്റേജിലാണിട്ടത്. ഹായ്, എല്ലാരും ക്ഷീണിച്ചിട്ടുണ്ട്. ഹായ്, ചേരുണ്ട്. ഇതെന്താ പറ്റി? അപ്പൊ നമ്മളെ പള്ളിന്റെ ഈ ഒരു മദ്രസിന്റെ ഹോളില് കംപ്ലീറ്റ് ആളായിട്ടുണ്ട് കേട്ടോ. എല്ലാ ഇതിലും അതേപോലെ തന്നെ ഈ ഒരു സൈഡിലും കൂടി ആളായിട്ടുണ്ട്. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അതിനുള്ള സൗകര്യത്തിനനുസരിച്ച് ആളെ ഇരുന്നിട്ട് പോകും. അപ്പൊ നോമ്പ് തുറക്കാനുള്ള ടൈം ഒരുവിധം ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോമ്പെടുക്കാൻ ഇവിടെ ഒരു സീറ്റ് പിടിച്ചിരുന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ നാട്ടുകാർ അയൽവാസികൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഫുള്ളായിട്ട് ഇരുന്നുണ്ട്. ഇപ്പൊ ടൈം ഒരു ഇതായിട്ടുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ വീഡിയോ ഭയങ്കര നോക്കിക്കോളൂ, എല്ലാവരും ഉണ്ട്. അത് കടിക്കുന്നു നോക്കട്ടെ. وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اغفر لنا ما سلف من ذنوبنا وارزقنا فيما بقي من أعمالنا. اللهم اغفر لي ذنوبي يا رب العالمين. صلى الله على محمد صلى الله عليه وسلم. മഗ്‌രിബ് കഴിഞ്ഞാണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. ആ ഒരു തിരക്കാണ് കാണുന്നത്. രണ്ട് സൈഡിലാണ് ക്യൂ നിൽക്കുന്നത്. ഈ ഒരു സൈഡിൽ ബിരിയാണി, ആ ഒരു സൈഡിൽ പത്തിരി വരും. അങ്ങനെ രണ്ട് സൈഡിലാണ് സംഭവം പാസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട്. ഭക്ഷണം കഴിക്കേ, ഞാൻ പറഞ്ഞുതരാം. ഭക്ഷണം കഴിക്കും, ഭക്ഷണം കഴിക്കും. ചേട്ടാ എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? പത്തിരി എടുത്ത് പത്തിരി എടുത്ത് ബിരിയാണി ഉണ്ടല്ലോ. ഓക്കെ, ഈ ഒരു കോൺട്രാക്ട് ഒരുവിധം തീർന്നുണ്ട്. ഇവിടെ തിരക്ക് കൂടുതലാണ്. അപ്പം ആ ഒരു ഭാഗത്ത് ചൂടും കിട്ടും. ചിക്കനുണ്ട്, ചിക്കന് ഇവനാണ് നമ്മളെ യൂട്യൂബിൽ ഫുള്ള് വരണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സംഭവം. ഫുഡ് കഴിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് നേരം വൈകാം.
ഫുഡ് കഴിക്കാം വീഡിയോ ചെയ്തു ഇവിടെ വരും ബിരിയാണി എങ്ങനെയുണ്ട് അടിപൊളി സൂപ്പർ അല്ലേ കേട്ടോ ബിരിയാണി ആസിക്കാക്ക കുറേ കുട്ടികളെ കൂടെയാണ് ഇരുന്നിരിക്കുന്നത് കേട്ടോ ആസിക്കാക്ക എങ്ങനെയുണ്ട് ബിരിയാണി എങ്ങനെയുണ്ട് അടിപൊളി കാണാം ओके सुपर अच्छा बिरयानी है बिहार पटना परियापुरम स्टेशन श्याम गारमेंट्स सुपर सुपर बिरयानी നല്ല ഇട്ടാണല്ലോ ഓ ഒരാൾക്കാർ വീർപ്പെടും നോക്കൂ ഓ ഭക്ഷണം കഴിക്കുമ്പോൾ മൈൻഡ് ചെയ്യില്ലാന്ന് പറയുന്നത് അതാ അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് എണീറ്റിട്ടില്ല ഇപ്പൊ ഞങ്ങൾ ഇരുന്നിട്ടുള്ളൂ ഞങ്ങളിപ്പോ ഇരുന്നിട്ടുള്ളൂ അപ്പൊ ഇവര് ഒരുവിധം തീർന്നിട്ടുണ്ട് അടിപൊളി ബിരിയാണി കേട്ടോ സൂപ്പർ ബിരിയാണിയാണ് സിദ്ദിഖാന്റെ ബിരിയാണി അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബിരിയാണി ഒക്കെ ഉണ്ടാക്കാണ്ടെന്നുണ്ടെങ്കിൽ സിദ്ദിഖാനായിട്ട് കോൺടാക്ട് ചെയ്യാം നമ്മുടെ നിബിദിനത്തിന്റെ ഒക്കെ ബിരിയാണി വെച്ചില്ലായിരുന്നു പുള്ളിക്കാരൻ പിന്നെ അതെല്ലാം നമ്മുടെ നാട്ടുകാരാണ് പറയും എന്തെങ്കിലും പറയണ്ടെന്നുണ്ടെങ്കിൽ പറയും എന്തൊക്കെ പറയാണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി പരിയാപുരം മഹല്ല് മുസ്ലിം ജമാഅത്തിൻ്റെ കീഴിൽ നടക്കുന്ന ബദ്രുദ്ദീന സമൂഹ നോമ്പുതുറയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നോമ്പുതുറയിൽ സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ള 1000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു ബഹുസ്വരതയുള്ള നോമ്പുതുറയാണിത്. ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായി നാടിൻ്റെ മതസൗഹാർദ്ദത നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഈ നാട്ടിലെ എല്ലാ ആളുകളുടെയും അകമഴിഞ്ഞ സഹകരണങ്ങളും സഹായങ്ങളും ഇതിലുണ്ടാകുന്നുണ്ട്. തുടർന്നും മുന്നോട്ട് പോകാൻ ഞങ്ങൾ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു. എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ വർഷം റമദാൻ 17-നാണുള്ളത് ബദ്രുദ്ദീനത്തിന് ആ ഒരു ഇത് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇനി എല്ലാവരും വീട്ടിൽ പോലാവും. അപ്പോൾ ഏതായാലും ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ പരിയാപുരം മഹലിത്തെ സമൂഹ നോമ്പുതുറയായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ.